നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. Have you seen their youngsters like cockroaches? Order. Yeah. Order. सब शांत हो जाओ. स्पीकर का माइक है, ध्यान से सुन जाओ. विधानसभा के अंदर कॉकरोच बैठे, किसी के हाथ में फेल, किसी के हाथ में दे के. एक एमएलए बोला बजट ला. दूसरा बोला भाई पहले सोडा ला. एक कॉकरोच कुर्सी पे डांस करे, स्पीकर बोले डिसिप्लिन पर सब चांस मारे. നമ്മുടെ രാജ്യത്ത് ജഡ്ജിമാർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് പൂർണ്ണ വിലക്ക്. രാജ്യത്തെ പൗരന്മാർക്ക് വോട്ടിടുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ UAPA അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അയാളെ ജയിലിലടയ്ക്കും. രാജ്യത്തെ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം കൂട്ടാതെ തന്നെ വനിതാ പ്രാതിനിധ്യം 50% ഉറപ്പിക്കൽ. മറുകണ്ഠം ചാടുന്ന MLA MP-മാർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും 20 വർഷത്തെ വിലക്ക്. പക്ഷപാതപരമായി വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ, അവതാരകർ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കൽ, കോർപ്പറേറ്റ് മുതലാളിമാരുടെ ചാനലുകളുടെ ബ്രോഡ്കാസ്റ്റ് ലൈസൻസുകൾ റദ്ദ് ചെയ്യൽ. എങ്ങനെയുണ്ട് ഈ തീരുമാനങ്ങൾ? എന്നാൽ ഇന്ത്യയിൽ ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിയുമോ? എന്നാൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറയുകയാണ് നവമാധ്യമ അക്കൗണ്ടുകളിൽ കോൺഗ്രസിനെയും BJPയെയും പിന്തള്ളിക്കൊണ്ട് തരംഗമായി മാറിക്കഴിഞ്ഞ യുവജന പ്രസ്ഥാനം CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രസകരമായ ഉത്ഭവവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും പരിശോധിക്കാം എൻ്റെ നിരീക്ഷണത്തിലൂടെ. ഇന്ത്യയിലെ സിസ്റ്റത്തിനെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ രൂപം കൊണ്ട ഒരു ആക്ഷേപഹാസ്യ രാഷ്ട്രീയ മുന്നണിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. മടിയന്മാരുടെയും തൊഴിൽരഹിതരുടെയും ശബ്ദം എന്ന രസകരമായ ടാഗ്ലൈനോടുകൂടിയാണ് ഈ ഡിജിറ്റൽ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ശ്രീ സൂര്യകാന്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പാറ്റകളോട് ഉപമിച്ച് നടത്തിയ വിവാദ പരാമർശമാണ് ഈ പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണമായത്. തൊഴിൽരഹിതരായ യുവജനങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിയമവ്യവസ്ഥിതികളെ വെല്ലുവിളിക്കുന്നു, അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയായിരുന്നു ജഡ്ജിയുടെ പരാമർശങ്ങൾ. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുൻ ആം ആദ്മി പാർട്ടി സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റായ അഭിജിത് ദീപ്കെ എന്ന യുവാവാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ പദവികൾ നൽകുന്നത് നിരോധിക്കുക, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, പാർലമെന്റിലും മന്ത്രിസഭയിലും സ്ത്രീകൾക്ക് 50% സംവരണം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ ജയിച്ചു കയറി മറുകണ്ഠം ചാടൽ അവസാനിപ്പിക്കുക, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം ഉറപ്പാക്കുക, തൊഴിലവകാശ സംരക്ഷണം എന്നിവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് യുവാക്കളെയും ഫോളോവേഴ്സിനെയും ആകർഷിക്കാൻ ഈ മുന്നണിക്ക് കഴിഞ്ഞു. ഇതൊരു കേവലം തമാശയ്ക്കപ്പുറം യുവാക്കൾക്കിടയിലുള്ള തൊഴിലില്ലായ്മയും ഭരണ സംവിധാനങ്ങളോടുള്ള അമർഷത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഡിജിറ്റൽ മുന്നണിയുടെ വളർച്ചയിൽ ആശങ്കാകുലരായ അധികാരികൾ ഇതിന്റെ ട്വിറ്റർ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ തടഞ്ഞുവെക്കുകയുണ്ടായി. അത് യുവാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ഇതൊരു ജെൻസി മുന്നേറ്റമാണ്. യുവാക്കൾക്കിടയിൽ നമ്മുടെ നിയമവ്യവസ്ഥകളോടും ഭരണകൂട സംവിധാനങ്ങളോടുമുള്ള വിയോജിപ്പുകളാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായ വളർച്ച. ജെൻസി പ്രക്ഷോഭങ്ങളുടെ ശക്തി എന്താണെന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ അയൽരാജ്യങ്ങളായ നേപ്പാളും ബംഗ്ലാദേശിലും നമ്മൾ കണ്ടതാണ്. ഭരണകൂടം പോലും നിലം പൊത്തുന്ന കാഴ്ച. അതുതന്നെയാണ് കേന്ദ്ര സർക്കാരിനെ ഭയപ്പെടുത്തുന്നത്. നിലവിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഫണ്ടിങ്ങുമില്ല. പക്ഷേ ഒന്നുണ്ട്, ഇവർ വിചാരിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടാൻ കഴിയും. ഇവർ കൂട്ടമായി തെരുവിലിറങ്ങിയാൽ ഇവരെ നിയന്ത്രിക്കുക എന്നത് ഭരണകൂടത്തിന് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇവരുടെ സമരങ്ങൾ അടിച്ചമർത്തപ്പെടും, തീവ്രവാദികൾ എന്ന് ചാപ്പകുത്തപ്പെടാം.
പക്ഷേ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്കൊപ്പം സാധാരണ ജനങ്ങളും അല്ലെങ്കിൽ ഇവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും കൂടി ചേർന്നാൽ അതൊരു വലിയ സമുദ്രമായി ഇന്ത്യയിൽ അലയടിക്കും എന്നതിൽ സംശയമില്ല. സൗത്ത് ഇന്ത്യ ഒഴിച്ചു നിർത്തിയാൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് ഒരേ രീതിയിലുള്ള നിയമങ്ങൾ BJP സർക്കാരുകൾ കൊണ്ടുവന്നു കഴിഞ്ഞു. രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി ക്ഷയിച്ചു കഴിഞ്ഞു. മുൻപ് ഘടകകക്ഷികൾ കോൺഗ്രസ് പാർട്ടിയിൽ ചേരുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി മറ്റ് പാർട്ടികളുടെ ഘടകകക്ഷികളായി മാറുകയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചത് അങ്ങനെ തന്നെയല്ലേ? ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? കേന്ദ്ര സർക്കാർ വേട്ടയാടി അവരെ ഒരു പരുവമാക്കി. ഇന്ത്യ മുന്നണി ദുർബലമാണ്. ശക്തമായ ഒരു ബദൽ ഇന്ത്യയിൽ രൂപപ്പെടേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ജനാധിപത്യ മൂല്യങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഇതൊരു ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ അതോ ഓൺലൈൻ പ്രതിഷേധമായി മാത്രം അവശേഷിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഈ പാർട്ടിയുടെ ഭാവി എന്താണ് എന്ന് കുറച്ചുനാൾ കൂടി കാത്തിരുന്നു കാണണം. അപ്പോൾ പുതിയൊരു നിരീക്ഷണവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.